വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അങ്ങനത്തെ രാവിലെ ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളാണ്, വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ. അതൊക്കെ മേടിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളൊരു ഐസ്ക്രീം സിപ്പൊക്കെ മേടിച്ചിട്ട് വന്ന് പിന്നെ അത് 4 പീസ് ചിക്കൻ മാറ്റി വെച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുവാണ് കേട്ടോ. കുറച്ച് ബ്രെഡൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ കൂടെയിട്ട് ഇളക്കി ആ ചിക്കൻ്റെ മസാലയൊക്കെ അതിൽ വന്ന് നല്ല ബ്രെഡൊക്കെ നല്ല മുരിഞ്ഞ് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അത് കുറച്ച് സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ടിൽ കുട്ടി ഞാൻ ചെയ്തതാണ്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉച്ചയ്ക്കത്തെ ഫുഡാണ് കേട്ടോ. ഇതെന്താ ഉച്ചയ്ക്കത്തെ ഫുഡ് കുക്കറിലെന്നൊക്കെ ആയിരിക്കില്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, വെറും അരമണിക്കൂറുണ്ട് കുക്കറിൽ ഒരു സൂപ്പർ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇത് സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. റെഡിയായി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചിരുന്നു. പക്ഷേ ഇത് സംഭവം സൂപ്പറായിട്ട് വന്നതുകൊണ്ട് വിത്ത് നോ ഡൗട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ബിരിയാണി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ. പാതിരാത്രി 12 മണിക്ക് എന്നെ വിളിച്ച് ഉണർത്തി ബിരിയാണി തരാമെന്ന് പറഞ്ഞാലും ഞാൻ കഴിച്ചിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ഫുഡാണ് ഈ ബിരിയാണി എന്ന് പറയുന്നത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ മമ്മിയുടെ പപ്പ എന്നെ കാണാൻ വരാൻ നേരത്ത് 2-3 പാക്കറ്റൊക്കെ ബിരിയാണി മേടിച്ചിട്ട് വരും. ഞാനത് ഫ്രിഡ്ജിലാക്കി 1-2 ദിവസമൊക്കെ വെച്ചിരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിരിയാണി എന്ന് പറയുന്നത്. എവിടെ ബിരിയാണി കിട്ടിയാലും കണ്ടാലും ഞാൻ അതിൻ്റെ പുറകെ തന്നെ പോകും. പക്ഷെ ഞാൻ ഒരു ദിവസം ദം ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് വെച്ചതായിരുന്നു. പക്ഷേ അന്ന് ഞാൻ കഷ്ടപ്പെട്ടു, അത്രയ്ക്ക് പാടായിരുന്നു കേട്ടോ വെക്കാൻ. അതിനുശേഷം ബിരിയാണി സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാമെന്നുള്ളൊരു സ്വപ്നം ഞാൻ നിർത്തി വെച്ചതായിരുന്നു കേട്ടോ. അന്നേരമാണ് എൻ്റെ കയ്യിൽ കുറച്ച് ബിരിയാണി അരി ഇരുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം ഞാൻ വിചാരിച്ച് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്നും പറഞ്ഞ് വെറുതെ ഗൂഗിളും യൂട്യൂബൊക്കെ നോക്കിയപ്പോഴാണ് ഈ കുക്കർ ബിരിയാണി എന്നുള്ള റെസിപ്പി കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല കേട്ടോ, ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയത്തിൻ്റെ പരിമിതി നമ്മളെ പോലുള്ള സ്റ്റുഡൻസിനും അതേപോലെ തന്നെ വൈഫ് അമ്മ ഒക്കെ ആകാൻ നേരത്ത് ഭയങ്കര ടൈം നമുക്ക് ടൈറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്ക് ഇതുപോലുള്ള ബിരിയാണികളും ഇതുപോലുള്ള പാചകങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ഉത്തമം ഗൈസ്. അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിരുന്നു കേട്ടോ. അതിൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തത് തൈരാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. കുക്കറിൽ വെക്കാൻ നേരത്ത് 1 കപ്പ് അരിക്ക് എത്ര കപ്പ് വെള്ളം എന്നുള്ള ഡൗട്ടാണ് പലർക്കും വരുന്നത്. അത് കാരണമാണ് എപ്പോഴും ഈ കുക്കർ ബിരിയാണി കുളമായി പോകുന്നത് കേട്ടോ. പക്ഷേ കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ 1 കപ്പ് അരിക്ക് കറക്റ്റ് 1 കപ്പ് വെള്ളം എടുക്കുവാണെങ്കിൽ സംഭവം സൂപ്പറായിട്ട് കിട്ടും. ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ആണെങ്കിൽ ഞങ്ങൾ കറിക്കെട്ടാണ് മേടിക്കുന്നത്. സോ ബിരിയാണി റെഡി ആയല്ലേ നോക്കാം. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഇത് പായസമാകോ അതോ കരിയോ അടി പിടിക്കുമോ എന്ന് എനിക്കറിഞ്ഞൂടെ. കുക്കർ ചിട്ടാവോ എന്ത് പ്രഷർ തീർന്നല്ലേ. യെസ് എനിക്ക് ഭയങ്കര സന്തോഷമായി. നോട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല എത്ര സൂപ്പറായിട്ട് വരുമെന്ന്. നല്ല മണമൊക്കെ ഉണ്ടതാ. സംഭവം സൂപ്പറായി. എന്തോ ഒരു സമാധാനം സന്തോഷവും. എന്നിട്ട് ലാസ്റ്റ് അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കാഷ്യൂനട്ടും നമ്മളെ ഈ മുന്തിരിങ്ങ ഉണ്ടല്ലോ അതൊക്കെ ഫ്രൈ ചെയ്ത് നമ്മുടെ ബിരിയാണിയിലോട്ട് ആഡ് ആക്കുവാണ് ഗൈസ്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. നമുക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് ഒരച്ചാറുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വെള്ളരിക്ക ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കട്ട് ചെയ്ത് ഇങ്ങനെ സൈഡിൽ വെച്ചു. പിന്നെ ചിക്കൻ ഫ്രൈ വെച്ചു, പിന്നെ സലാഡ് കുറച്ചുണ്ടായിരുന്നു. അതെല്ലാം കൂടി എടുത്ത് കഴിച്ച് നോക്കി. അയ്യോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും കുക്കർ ബിരിയാണിന്ന് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.